Sargam kitchenil Chemmeen Biriyani ആണ് ഉണ്ടാക്കുന്നത്. ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. ചെമ്മീൻ ഇത് നന്നാക്കി 1 കപ്പ് ചെമ്മീൻ വേണം. 2 കപ്പ് ബിരിയാണി അരി. മല്ലിയില 1 പിടി. ഇഞ്ചി 1 കഷ്ണം. വെളുത്തുള്ളി 5 അല്ലി. പച്ചമുളക് 5 എണ്ണം. തക്കാളി 2 എണ്ണം. 1/4 കപ്പ് നെയ്യ്. 3 സവാള. ഉപ്പ് ആവശ്യത്തിന്. ഗരം മസാല 1/2 ടീസ്പൂൺ. കുരുമുളക് 1 ടീസ്പൂൺ. അണ്ടിപ്പരിപ്പ് 10 എണ്ണം. ഗ്യാസ് ഓൺ ചെയ്ത് അരി വേവാനുള്ള വെള്ളം ഒഴിക്കുക. കുതിർത്ത് വെച്ച 2 കപ്പ് അരിയാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. വേറൊരു ഫ്രൈ പാൻ വെച്ച് എണ്ണ ഒഴിച്ച് ഫ്രൈ പാൻ ചൂടായതിനു ശേഷം എണ്ണ ഒഴിക്കണം. ചൂടായ ഫ്രൈ പാനിലേക്ക് 1/4 കപ്പ് നെയ്യ് വീഴ്ത്തുക. അത് മെൽറ്റാവുമ്പോൾ സബോള ചേർക്കുക. ഇളക്കണം, നല്ലവണ്ണം ഇളക്കണം. അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, അരിഞ്ഞു വെച്ച വെളുത്തുള്ളി, സബോള ചേർത്ത് അരി വേവ് കൂടുന്നുണ്ടോ എന്ന് നോക്കണം. ഇളക്കിക്കൊണ്ടിരിക്കണം സബോള പെട്ടെന്ന് വാടാനായി ഒരു നുള്ളു ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് തക്കാളി ചേർക്കുക. അരി വേവുന്നുണ്ടോ എന്ന് വേവ് കൂടാൻ പാടില്ല. ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കണം, ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിലേക്ക് കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ചേർക്കുക. ഗരം മസാല 1/2 ടീസ്പൂൺ ചേർക്കണം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ചേർക്കുക. അടിയെ പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. നല്ലവണ്ണം ഇളക്കിക്കൊണ്ടിരിക്കണം. അതിനിടെ അരി വേവ് കൂടുണ്ടോ എന്ന് നോക്കണം. അരി വേവായോ എന്ന് ഇടയ്ക്ക് നോക്കണം. വെന്ത് കഴിഞ്ഞാൽ ഉടൻ ഗ്യാസ് ഓഫ് ചെയ്യണം. അരി വെന്തുണ്ട്. ഇപ്പം വെന്ത ചോറ് വറുക്കണം. ഇതിലേക്ക്
ചെമ്മീൻ ചേർക്കണം. ചെമ്മീനിൽ ഉപ്പും മഞ്ഞളും പുരട്ടി വെച്ച ചെമ്മീനാണിത്. വെള്ളം ചെമ്മീനിൽ നിന്ന് തന്നെ ഊർന്നിറങ്ങി വേവും. പ്രത്യേകിച്ച് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. മൂടി വെച്ച് വേവിക്കണം. ചെമ്മീൻ വേവാൻ 5 മിനിറ്റ് സമയമെടുക്കും. 5 മിനിറ്റ് കഴിഞ്ഞാൽ വേവിച്ച് വെച്ച അരി ഇതിലേക്ക് ചേർക്കണം. ചെമ്മീൻ വെന്ത ശേഷം വേവിച്ച അരി അതിലേക്ക് ചേർക്കണം. ചെമ്മീൻ വെന്തു. അരി ഇതുകൂടി ചെമ്മീൻ്റെ കൂടി മിക്സ് ചെയ്യുക. ഈ കൂട്ടിയിടാം. ഉപ്പ് നോക്കുക. ഉപ്പ് പോരായി ഉണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം. ഉപ്പ് കൂടി ഉപ്പിടാം. നല്ല വെണ്ണ ഇളക്കുക. എല്ലാ ഭാഗത്തേക്കും ഉപ്പ് എത്തിക്കണം. ഒന്ന് മൂടി വയ്ക്കുക. വേറൊരു ഫ്രൈ പാൻ വെച്ച് ചൂടാക്കുക. അത് ചൂടാവുമ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. ഇത് ഇളക്കണം. ഇടയ്ക്ക് തുറന്ന് ഇളക്കണം. മൂടി വെച്ച് തീ ഓഫ് ചെയ്യുക. ഉരുക്കിയ നെയ്യിലേക്ക് 10 അണ്ടിപ്പരിപ്പ് ഇടുക. അണ്ടിപ്പരിപ്പ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇടേണ്ടത്. അണ്ടിപ്പരിപ്പ് മൂത്ത് വരുമ്പോൾ 10 കിസ്മിസ് ഇടണം. അതിലേക്ക് ഒരു നുള്ള് കുരുമുളക് പൊടി ഇടുക. ഇത് ബിരിയാണി ചെമ്പിലേക്ക് ഒഴിക്കുക. കൊത്തിയരിഞ്ഞ മല്ലിയില ഇതിൻ്റെ മുകളിൽ തൂവുക. സ്വാദിഷ്ടമായ ചെമ്മീൻ ബിരിയാണി റെഡിയായി. എല്ലാം കൂടി ഒന്ന് ചേരാനായിട്ട് ഒന്ന് മൂടി വയ്ക്കുക. 2 മിനിറ്റ് കഴിഞ്ഞ് ഉപയോഗിക്കാം. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിനു വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.